ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും. നിങ്ങളോടൊപ്പം വിശകലന സേവനവും ഗുരുക്കളിലേത്. കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. ഗവേഷണം നടത്തുന്ന കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാം. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ നോക്കാം. വെക്കോദം ഡക്മനിന് 2025 ഓഗസ്റ്റ് 28 നിലവിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരുക്കളിലേത് കമ്പനി സം ഉപവിഭാഗത്തിൽപ്പെടുന്നു. ക്വറനോയിൽ 19 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ നോക്കും. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: -10.6.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.4 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കിയാൽ മുഴുവൻ ഓഹരി വിപണിയിലും മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 ആണെന്ന് കാണാൻ കഴിയും. മൈനസ് റേറ്റിംഗിനെതിരെ 6.5 പോയിന്റ് വെക്കുകയാണ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു സം ഉപവിഭാഗം ഓഹരികളും. കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും. 189% വളർച്ചാ നിരക്ക് കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 30.2%. കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം $3 കൂടെ 99 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $104 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $0.52 ബില്യൺ. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $53 ബില്യൺ. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം. പങ്കിടുക ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 3.85%. പുസ്തക മൂല്യം 0.997%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $0 കൂടെ 14 സെന്റ് 1 ബില്യൺ ആണ്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം മൂലധനത്തിന്റെ 27%. കമ്പനിയുടെ കടം പ്രകടനം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം 0 ആണ്. 18.3 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$204 മില്യൺ. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 8.1 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.2 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള മൂല്യനിർണ്ണയം മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $490 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. മാർജിനലിറ്റി -41.6%. ഉപവിഭാഗത്തിൽ ശരാശരി 6.3%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 1.248%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 206% കുറവാണ്.
കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക $3,229,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $1,056,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ 0. ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് $165,200. ഉപവിഭാഗം ശരാശരി $57,700. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോലറ്റ് മൈനസ് 0.5. ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാന വിഹിതം $397,000 ആണ്. ഉപവിഭാഗത്തിൽ $913,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് 0.5. 3.2% എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം 28.3%. സാങ്കേതിക സൂചകം GE14 കമ്പനിക്ക് 57% ലെവൽ കാണിക്കുന്നു. ഗക്രോറിന് ഉപവിഭാഗത്തിന് ഈ നില 57%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $53 കൂടെ 98 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $42 കൂടെ 34 സെന്റ് ആണ്. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. കുരുക്കകളത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കകളത് ഒരു തീരുമാനം എടുക്കുന്നു. $53 കൂടെ 97 സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാലാണ് കരാർ തുറന്നത്. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 34.24 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 73.7 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 സെപ്റ്റംബർ 27 ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡീൽ സ്വയമേവ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ യഥക്കെഴുതുന്നത് പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ്. രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. കുരുക്കകളത്